ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും. കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന. നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും നാട്ടുവിശേഷത്തിലേക്ക് സ്വാഗതം. കല്ലാർ പട്ടൺ കോളനിയിലേക്ക് കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാവുന്ന മുണ്ടിയരുമ പാമ്പാടുംപാറ റോഡ് തകർന്നതോടെ യാത്രാ ദുരിതം വർദ്ധിക്കുന്നു. നിത്യേന നിരവധി വാഹനങ്ങൾ കല്ലാർ പട്ടൺ കോളനി മേഖലയിലേക്ക് എത്തിച്ചേരുന്ന പ്രധാന പാതയായ മുണ്ടിയരുമ പാമ്പാടുംപാറ റോഡാണ് യാത്രക്കാരെയും വാഹനങ്ങളെയും ദുരിതത്തിലാക്കി തകർന്നു കിടക്കുന്നത്. കല്ലാർ ഗവൺമെന്റ് സ്കൂൾ, വില്ലേജ് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ്, ആരോഗ്യ ഉപകേന്ദ്രം, രാമക്കൽമേട്, തൂക്കുപാലം, കൂട്ടാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ ദൂരത്തിൽ കട്ടപ്പന, തോവാള, പാമ്പാടുംപാറ, എഴുകുംവയൽ, ഇരട്ടയാർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേരുന്ന പ്രധാന പാതയാണ് ഇത്. സ്കൂൾ തുറന്നതോടുകൂടി വിദ്യാലയങ്ങളിലെ വാഹനങ്ങളും ഇതിൽ ഏറെ ദുരിതം സഹിച്ചാണ് ഇതിലെ യാത്ര ചെയ്യുന്നത്. അടിയന്തരമായി ഈ റോഡ് നന്നാക്കണമെന്നും സർക്കാർ തലത്തിൽ ഉടനടി ഇടപെടൽ ഉണ്ടാകണമെന്നും നാട്ടുകാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ആവശ്യപ്പെട്ടു. കല്ലാർ പാലം ബ്ലോക്കായ പിന്നെ ഈ വഴി ഒത്തിരി വാഹനങ്ങൾ വരികയും അങ്ങനെ ഈ വഴി മുഴുവൻ പോവുകയും ചെയ്തു. നടക്കാൻ പോലും യോഗ്യമല്ലാത്ത രീതിയിലാണ് ഈ വഴി ഇപ്പോൾ പോയി കിടക്കുന്നത്. ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലോട്ട് പോലും ആർക്കും മാറി നിൽക്കാൻ മേലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് CPIഎമ്മിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ കാലിലേലം സംഘടിപ്പിച്ചു. CPIഎം ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ കാലിലേലം ഉദ്ഘാടനം ചെയ്തു. കന്നുകാലി ചന്തയും ബീഫ് കഴിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതീകാത്മക കാലിലേലവും യോഗവും നടത്തിയത്. കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട പ്രതിഷേധ സമരം കാണുവാൻ വമ്പിച്ച ജനക്കൂട്ടമാണ് ചുറ്റും തടിച്ചുകൂടിയത്. 170 കിലോയോളം വരുന്ന കാളക്കുട്ടനെയാണ് സംഘാടകർ ലേലത്തിനായി എത്തിച്ചത്. 500 രൂപയിൽ തുടങ്ങിയ പ്രതിഷേധ ലേലം 520 രൂപയാക്കി CPIഎം ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ആദ്യ ലേലത്തിൽ പങ്കെടുത്ത പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മഹാവിഷ്ണുവിന്റെ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് മത്സ്യം ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അപ്പോൾ ഈ കണക്കിന് പോയാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാധനവും കാണാൻ വളരെ ഇപ്പം മത്സ്യം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കൂർമ്മം വരും. കാരണം അങ്ങനെ ഓരോന്നോരോന്നങ്ങ് പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒന്നും തിന്നാനും കഴിയാത്തൊരവസ്ഥയും വരും. അപ്പോൾ അതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണ്. അതൊരു നിലയിലും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അംഗീകരിച്ചു പോകാൻ കഴിയുന്നതല്ല. KK ജയചന്ദ്രൻ CPIഎമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആദ്യത്തെ വിളി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. 10 രൂപ, 510 രൂപ ഒരു തരം. ലേലത്തുക 560 രൂപയാക്കി കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് CV വർഗീസും ലേലത്തിൽ പങ്കാളിയായി. തുടർന്ന് കാഴ്ചക്കാരായി നിന്നവർ ആവേശപൂർവ്വമാണ് ലേലത്തിൽ പങ്കെടുത്തത്. അവസാനം 5400 രൂപയ്ക്കാണ് കാളക്കുട്ടൻ ലേലത്തിൽ പോയത്. പ്രതിഷേധ യോഗത്തിന് S ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം N ശിവരാജൻ, CPIഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, കർഷക സംഘം ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, VK സോമൻ, ടോമി ജോർജ്, MC ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് വിട്ടകുഴിയാണ് ലേലത്തിന് നേതൃത്വം നൽകിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഇടുക്കി രൂപത മെറിറ്റ് ഡേയും അവാർഡ് സമർപ്പണവും തങ്കമണിയിൽ നടന്നു. പരിപാടി ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് ഇടുക്കി രൂപത മെറിറ്റ് ഡേയും അവാർഡ് സമർപ്പണവുമാണ് നടന്നത്. ഇടുക്കി രൂപത വിദ്യാഭ്യാസ ഏജൻസി സെക്രട്ടറി ജോൺ നെല്ലിക്കുന്നേൽ പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തി. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ബിനോയ് മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ഇടുക്കി MLA റോഷി അഗസ്റ്റിനും നിർവഹിച്ചു. തങ്കമണി സെന്റ് തോമസ് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ തങ്കമണി സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോൺ മുണ്ടക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നോബിൾ ജോസഫ്, ലിസമ്മ സാജൻ, തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സണ്ണി NB, ലിസമ്മ ജോസഫ്, ജോർജ് കുട്ടി MV എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, തങ്കമണി. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കി തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റി. പരിസ്ഥിതി സംരക്ഷണം എന്ന സന്ദേശമാണ് പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്.
ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക എന്ന സന്ദേശമാണ് ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനം കൈമാറിയത്. ഇതോടനുബന്ധിച്ചാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കാൻ തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതും. ഇവരുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് നിരോധിച്ച് പേപ്പർ ബാഗിന്റെ നിർമ്മാണവും ആരംഭിച്ചു. കുമളി ഗ്രാമപഞ്ചായത്ത് YMCA ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജെയിംസ്, പെരിയാർ ടൈഗർ റിസർവ് AFD മനു സത്യന് ബാഗുകൾ കൈമാറി ഉദ്ഘാടന കർമ്മവും നിർവഹിച്ചു. കുമളി മേഖലയിലെ വ്യാപാര വ്യവസായി, റിസോർട്ടുകൾ, ഹോം സ്റ്റേകൾ എന്നിവരുടെ സംഘടനയാണ് തേക്കടി ടൂറിസം കോർഡിനേഷൻ കമ്മിറ്റി. ആയതുകൊണ്ട് തന്നെ തേക്കടി ടൂറിസത്തിന്റെ വികസനത്തിന് ഈ സംഘടനയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് പ്രസിഡന്റ് യോഗത്തിൽ വ്യക്തമാക്കി. നമ്മുടെ ഓടകള്, തോടുകള് എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെയെല്ലാം നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഹോട്ടലിലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലെ ഒരു വേസ്റ്റ് കൊണ്ട് നമ്മുടെ അടുത്തുള്ള ആളുകൾക്കോ പൊതുസമൂഹത്തിനോ ഒരു കുഴപ്പമുണ്ടാകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് പോകാനായിട്ട് നമ്മളായിരിക്കും. യോഗത്തിൽ പെരിയാർ ടൈഗർ റിസർവ് AFD മനു സത്യൻ മുഖ്യപ്രഭാഷണവും നടത്തി. സംഘടനാ പ്രസിഡന്റ് ഷിബും തോമസ്, സെക്രട്ടറി ബാബു ഏലിയാസ്, കൺവീനർ മുഹമ്മദ് ഷാജി എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. യോഗത്തിന് ശേഷം കുമളി ഗ്രാമപഞ്ചായത്തിലെ പെരിയാർ കോളനി, ഗാന്ധിനഗർ കോളനി എന്നിവിടങ്ങളിൽ ഇവർ പുതിയ ബാഗുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഇടുക്കി വിഷൻ, കുമളി. വനത്തെ അനുഭവിച്ചറിഞ്ഞാണ് മുനിയറ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനം ആചരിച്ചത്. പൊന്മുടി വനത്തിലൂടെയുള്ള യാത്ര വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമാണ് സൃഷ്ടിച്ചത്. കാടിനെയും പുഴയെയും കണ്ടറിയുന്നതിനും വനമേഖലയിലെ ജൈവവൈവിധ്യം മനസ്സിലാക്കുന്നതിനുമായി പരിസ്ഥിതി ദിനത്തിൽ പണിക്കൻകുടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സീഡ് ക്ലബിലെ വിദ്യാർത്ഥികൾ പൊന്മുടി വനത്തിലൂടെ യാത്ര നടത്തി. വനത്തിനുള്ളിലെ വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പേരുകളും വിരുന്നുകാരായി എത്തുന്ന പക്ഷികളുടെ വൈവിധ്യവും വനപാലകരുടെ സഹായത്തോടെ കുട്ടികൾ മനസ്സിലാക്കി. വനത്തിനുള്ളിൽ വൃക്ഷത്തൈകളും കുട്ടികളുടെ നേതൃത്വത്തിൽ നട്ടുപിടിപ്പിച്ചു. എൻ്റെ പേര് അതുല്യ രഞ്ജൻ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പന്നിയാറ് നിരപ്പിലെ ഡാമിലേക്കാണ് ഞങ്ങൾ വന്നത് സന്ദർശിക്കാൻ. ഇവിടെ ആദ്യമായിട്ടാണ് ഡാമിലൊക്കെ വന്നപ്പോൾ ഉള്ള പ്രകൃതിയുടെ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു. ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും അറിയാവുന്നവരൊക്കെ ഞങ്ങൾ ഇതിലൂടെയൊക്കെ നടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. പന്നിയാർ നിരപ്പ് വഴി കൊന്നക്കൽ കവലയിലെത്തിയ വിദ്യാർത്ഥികൾ പൊന്മുടി പുഴയുടെ സമതല പ്രദേശങ്ങളിലൂടെയും യാത്ര നടത്തി. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ആന്റണി മുനിയറ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. അധ്യാപകരായ അമ്പിളി അഗസ്റ്റൻ, KJ ജോർജ്, ഫോറസ്റ്റ് ഓഫീസർ KV സുരേഷ്, വനപാലകരായ TK ബിജുമോൻ, NS സജീവൻ, PP സുരേന്ദ്രൻ എന്നിവർ വനയാത്രയ്ക്ക് നേതൃത്വം നൽകി. കട്ടപ്പനയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം ജൂലൈ 15-ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘാടക സമിതി വിലയിരുത്തി. കട്ടപ്പനയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം ജൂലൈ 15-ന് സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി, MP, MLA മാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കട്ടപ്പന സഹകരണ ആശുപത്രി ജനങ്ങളുടെ സഹകരണത്തോടുകൂടി ജൂലൈ മാസം 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് ഈ മേഖലയിലെ കട്ടപ്പനയുമായി ബന്ധപ്പെട്ട് ദൈനംദിന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർമാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയും ആകെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ജൂലൈ മാസം 15-ാം തീയതി കട്ടപ്പന സഹകരണ ആശുപത്രിയുടെ ഉദ്ഘാടനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ആലോചിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിൽ 5 നിലകളിലായി ആശുപത്രിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. തങ്കമണി, കരിമ്പൻ, ബദേൽ എന്നിവിടങ്ങളിലും ആശുപത്രിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘാടക സമിതിയുടെ നേതൃത്വത്തിലും വിലയിരുത്തി. അത്യാധുനിക സജ്ജീകരണങ്ങളോടെ കട്ടപ്പനയിൽ ആരംഭിക്കുന്ന ആശുപത്രിയുടെ ലക്ഷ്യം കുറഞ്ഞ ചിലവിൽ മികച്ച ചികിത്സ എന്നുള്ളതാണെന്നും ആശുപത്രി പ്രസിഡന്റ് CV വർഗീസ് പറഞ്ഞു. സെക്രട്ടറി G സുബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാലി ജോളി, CITU ജില്ലാ സെക്രട്ടറി KS മോഹനൻ, കൌൺസിലർമാരായ KP സുമോദ്, CK മോഹനൻ, MC ബിജു, TGM രാജു, ലീലാമ്മ ഗോപിനാഥ്, HMTA പ്രസിഡന്റ് PK ഗോപി, PK ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. നബാർഡിന്റെ ആഭിമുഖ്യത്തിൽ ജലസംരക്ഷണ യജ്ഞത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം തങ്കമണിയിൽ നടന്നു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. നബാർഡിന്റെ ജലസംരക്ഷണ യജ്ഞം പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് തങ്കമണി കുരിശുപാറയിൽ വെച്ച് നടന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ST അഗസ്റ്റിൻ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ മഴക്കുഴികളെടുത്ത് ഈ ജലം സംരക്ഷിക്കാൻ നിരവധി പ്രയത്നങ്ങളിൽ നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാവണം. 12ാം വാർഡ് മെമ്പർ ഷൈനി മാവേലിൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർമാരായ ജോസ് തൈച്ചേരിയിൽ, ലിസമ ജോസ് എന്നിവർ ജലസംരക്ഷണത്തെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. നബാർഡിന്റെ ഇടുക്കിയിലെ നോഡൽ ഏജൻസി ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തങ്കമണി. നിഖിൽ മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു.
കഞ്ഞിക്കുഴി ഗവൺമെന്റ് LP സ്കൂളിലെ നിർധനരായ 30ഓളം കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ നിഖിൽ മാത്യുവിന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച നിഖിൽ മാത്യു മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കഞ്ഞിക്കുഴി ഗവൺമെന്റ് LP സ്കൂളിലെ നിർധനരായ 30ഓളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പഠനോപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിഷ്ണു കെ ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടോമി ജോസഫ്, സ്കൂൾ ഹെഡ് മിസ്റ്റർസ് ഇൻചാർജ് ഷാമിന സാബു, ട്രസ്റ്റ് ചെയർമാൻ മാത്യു കുറവന്താനം, നിഖിൽ മാത്യുവിന്റെ മാതാവ് റാണി മാത്യു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയരിക്കണ്ടം. കട്ടപ്പന നഗരസഭയിലെ മത്സ്യ മാർക്കറ്റിന്റെ റൂഫിംഗ് സംബന്ധിച്ചുള്ള ആലോചനാ യോഗം നടന്നു. MLA റൂഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 24 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കട്ടപ്പന നഗരസഭയുടെ മത്സ്യ മാർക്കറ്റിന്റെ റൂഫിംഗുമായി ബന്ധപ്പെട്ടുള്ള ആലോചന യോഗമാണ് കട്ടപ്പന നഗരസഭ ഓഫീസിൽ നടന്നത്. MLA റൂഷി അഗസ്റ്റിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 24 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിലവിലുള്ള മത്സ്യ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ കണക്കിലെടുത്താണ് റൂഫിംഗ് ആരംഭിക്കുവാൻ നഗരസഭ തീരുമാനമെടുത്തത്. ഇതിന്റെ ആദ്യഘട്ടമായി റൂഫിംഗ് ചെയ്യേണ്ട സ്ഥലങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇതിനുള്ള ഫണ്ട് കണ്ടെത്തും. പൊതുജന പങ്കാളിത്തത്തോടുകൂടി മാത്രമേ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂവെന്നും നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി പറഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റിലെ വ്യാപാരികളുടെ നേതൃത്വത്തിൽ ആലോചന യോഗം ചേർന്നത്. മാർക്കറ്റിലെ റൂഫിംഗ് നിർമ്മാണം ഉടൻ തന്നെ പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുവാനാണ് നഗരസഭയുടെ തീരുമാനം. സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രമാണ് ഈ പദ്ധതി ഏറ്റെടുത്ത് നടത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. മലയാള മനോരമ സംഘടിപ്പിക്കുന്ന ഹൊറൈസൺ 2017 ഉദ്ഘാടനം നടന്നു. നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മലയാള മനോരമയുടെ നേതൃത്വത്തിലാണ് ഹൊറൈസൺ 2017 സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉപരിപഠനത്തെക്കുറിച്ച് വിദഗ്ധരോട് സംശയങ്ങൾ ചോദിച്ചു തീർക്കുവാനുള്ള അവസരമാണ് മലയാള മനോരമ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും ശീതീകരിച്ച ഹാളിൽ പ്രദർശനത്തിന് പുറമെ എല്ലാ ദിവസവും വൈകിട്ട് വിദ്യാഭ്യാസ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകളും സംഘടിപ്പിക്കുന്നുണ്ട്. മലയാള മനോരമ ഹൊറൈസൺ എന്ന പേരിലുള്ള വിദ്യാഭ്യാസ പ്രദർശന പരമ്പര ഏകദേശം 10-18 കൊല്ലം മുമ്പ് ആരംഭിച്ചതാണ്. കേരളത്തിൽ ആദ്യം 1-2 കേന്ദ്രങ്ങളിൽ തുടങ്ങിയതാണ്. ഇക്കൊല്ലം അത് ഏകദേശം 11-12 കേന്ദ്രങ്ങളിൽ ഇക്കാലം ഉണ്ടായിരുന്നു. ഇക്കൊല്ലത്തെ ഏറ്റവും അവസാനത്തെ കേന്ദ്രമാണ് കട്ടപ്പന. ഇന്ത്യയിലും വിദേശത്തുള്ള പല സ്ഥാപനങ്ങളും വന്ന് ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യത്തിനുള്ള അവരുടെ ഉപദേശങ്ങൾ കൊടുക്കുന്നു. ജൂൺ 7-8 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹൊറൈസൺ 2017 ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ജോണി കുളമ്പള്ളി നിർവഹിച്ചു. വൈവിധ്യ കോഴ്സുകൾ എന്ന വിഷയത്തിൽ MS ജലീലും, സിവിൽ സർവീസ് എന്ന വിഷയത്തിൽ AU പ്രസാദും, നൈപുണ്യ വികസനത്തിലൂടെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ കേരള അക്കാദമി ഓഫ് സ്കിൽ എക്സലൻസും സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി വ്യാഴാഴ്ച സമാപിക്കും. ഉപരിപഠനത്തെക്കുറിച്ച് സംശയങ്ങൾ തീർക്കുന്നതിനായി നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തുന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. സുമിന്ദർ ഇന്ത്യ ഓർഗാനിക് ഫാർമേഴ്സിന്റെയും കനകക്കുന്ന് അക്ഷയ കാർഷിക നഴ്സറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷകർക്ക് സൗജന്യമായി കുരുമുളക് തൈകൾ വിതരണം ചെയ്തു. 11 വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ നിന്നും ജൈവ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ സമാഹരിച്ച് കയറ്റുമതി ചെയ്യുകയും ഫെയർ ട്രേഡ് പ്രീമിയം ഉപയോഗിച്ച് കർഷകർക്ക് കാർഷിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ, വിത്തുകൾ, വളം തുടങ്ങിയവ സൗജന്യമായി നൽകുകയും ചെയ്യുന്ന സംഘടനയാണ് സുമിന്ദർ ഇന്ത്യ ഓർഗാനിക് ഫാർമേഴ്സ് കൺസോർഷ്യം. കർഷകർക്കായി ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അംഗീകാരമുള്ള കനകക്കുന്ന് അക്ഷയ കാർഷിക നഴ്സറി തയ്യാറാക്കിയ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകളാണ് സുമിന്ദർ ഇന്ത്യ ഓർഗാനിക് ഫാർമേഴ്സ് കൺസോർഷ്യം വിതരണത്തിനായി തെരഞ്ഞെടുക്കുന്നത്. അക്ഷയ നഴ്സറിയിൽ നടന്ന തൈ വിതരണം കൺസോർഷ്യം പ്രൊക്യൂർമെന്റ് മാനേജർ ദീപക് വസന്ത് ഉദ്ഘാടനം ചെയ്തു. അക്ഷയ നഴ്സറി ഉടമയും കൺസോർഷ്യം ഖജാൻജിയുമായ ബെന്നി പൂന്തുരുത്തിൽ അധ്യക്ഷത വഹിച്ചു. കാലങ്ങളായി മുരിക്ക് താങ്ങുമരമായി ഉപയോഗിക്കുന്ന മുരിക്കിനുണ്ടായ വ്യാപകമായ കേടും വൈറസ് ബാധയാൽ കേടുബാധിക്കുകയും ചെയ്യുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം അത് പരിഹരിക്കുന്നതിന് വേണ്ടി സിൽവർ ഓക്ക് താങ്ങുകാല ഉപയോഗിച്ചുകൊണ്ട് നാരായക്കൊടി, കുതിരവാലി, കരിമുണ്ട, നീലമുണ്ടി ഇത്രയും ഇനത്തിൽപ്പെട്ട കുരുമുളകുകളും സിൽവർ ഓക്കിന്റെ സൈയും വളരെ സൗജന്യമായി തന്നെയാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. റീജിയണൽ മാനേജർ ജസ്വിൻ മാത്യു മുഖ്യപ്രഭാഷണം നടത്തി. പ്രോജക്ട് എക്സിക്യൂട്ടീവ് ജോബിൻസ് ചാക്കോ, നിതീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കരിമുണ്ട, കുതിരവാലി, മരമ്പടത്തി, നാരായക്കൊടി, പന്നിയൂർ വൺ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികളും താങ്ങുകാലുകൾക്ക് പകരം വെള്ള സിൽവർ ഓക്ക് തൈകളുമടക്കം 13 ലക്ഷം രൂപയുടെ തൈകളാണ് കർഷകർക്ക് വിതരണം ചെയ്തത്. നിരവധി കർഷകർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തോപ്രാംകുടി. കാമാക്ഷി ആശുപത്രി പടിക്കൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമായി. ആശുപത്രിയിലും സ്കൂളിലും എത്തുന്നവർക്ക് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഏറെ സഹായകരമാവും. കാമാക്ഷി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും മഴക്കാലമായാൽ
മണിക്കൂറുകളോളം ബസ് കാത്തിരിക്കുക എന്നത് ഏറെ വിഷമകരമായ കാര്യമായിരുന്നു. ഇവിടെ കയറി നിൽക്കുവാൻ കടത്തിണ്ണകളോ വീടുകളോ ഇല്ലാത്തതിനാൽ മഴ നനയേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഫെസ്റ്റ് എന്ന സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. റോഡിന് വശങ്ങളിൽ നന്നേ വീതി കുറവായതിനാൽ വളരെ കരുതലോടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നതും. കാമാക്ഷി പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ VK ജനാർദ്ദനൻ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡാണ് തീർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഗവൺമെൻറ് ആശുപത്രിയിലേക്കും അതുപോലെ സ്കൂൾ അടക്കമുള്ള നമ്മുടെ പൊതുസ്ഥാപനങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രധാന സ്റ്റോപ്പാണ് ഈ ഭാഗം. ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയി തോമസ് കാട്ടുപാലം, പഞ്ചായത്ത് അംഗം ഷൈനി മാവേലിൽ, കാമാക്ഷി സെന്റ് ആന്റണീസ് പള്ളി വികാരി, മുൻ വികാരിയും ഫെസ്റ്റ് ചെയർമാനുമായ ജോബി വാഴിയിൽ, ടോമി കുത്രപ്പള്ളി എന്നിവരും പരിസരവാസികളും പങ്കെടുത്തു. തുടർന്ന് എല്ലാവർക്കും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, തങ്കമണി. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിലെ ഡോക്ടർ BR അംബേദ്കർ ക്ലബിന്റെയും നവജ്യോതി സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നിർധനരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വയോജനങ്ങൾക്ക് വസ്ത്രങ്ങളും വിതരണം ചെയ്തു. വാളാർഡി എസ്റ്റേറ്റിൽ നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഖർദാസ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 45 കുട്ടികൾക്കും 20 വയോജനങ്ങൾക്കുമാണ് സഹായം നൽകിയത്. ക്ലബ് പ്രസിഡന്റ് K. കുമാർ അധ്യക്ഷനായിരുന്നു. സൊസൈറ്റി പ്രസിഡന്റ് സെൽവരാജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിൻസി, രേണുക, കടൽക്കന്നി, ഗീത, പുരുഷോത്തമൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, വണ്ടിപ്പെരിയാർ. കഞ്ഞിക്കുഴി ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാം ഫ്രഷ് എന്ന പേരിൽ ഇഞ്ചിനടിയിൽ നടന്നു. ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഞ്ഞിക്കുഴി ഗിരിജ്യോതി ക്രെഡിറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഫാം ഫ്രണ്ട് എന്ന പേരിൽ ഇഞ്ചിനടിയിലും വിവിധ പച്ചക്കറി വിത്ത് നടിയിലും 3 ഏക്കറിലായി നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ഹൈറേഞ്ച് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ നിർവഹിച്ചു. നിരവധി പേർ പങ്കെടുത്ത പരിപാടിയിൽ രൂപത പ്രസിഡന്റ് കുഞ്ഞാമ്മ തോമസ്, യൂണിറ്റ് പ്രസിഡന്റ് സണ്ണി വളവനാട്, ഫോം ഫ്രണ്ട് കോർഡിനേറ്റർ ജോളി രാജു എന്നിവർ നേതൃത്വം നൽകി. ലാജി പ്ലാത്തോട്ടം, ന്യൂസ് ബ്യൂറോ, പഴയിരിക്കണ്ടം. നെടുങ്കണ്ടം ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിലെ LKG കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു. 2017-18 അധ്യയന വർഷത്തെ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നെടുങ്കണ്ടം ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടത്തപ്പെട്ടു. വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ കുരുന്നുകളെ UKG വിദ്യാർത്ഥികൾ കളഭം നൽകി സ്വീകരിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ തെരേസ് തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സാഹിത്യകാരനും പ്രമുഖ പത്രപ്രവർത്തകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. യോഗത്തിൽ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ കരോളിൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ ജൂലിയ അഗസ്റ്റിൻ, MPTA പ്രസിഡന്റ് ഷൈല പ്രദീപ് എന്നിവർ സംസാരിച്ചു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി മികച്ച വിജയം നേടിയിരിക്കുകയാണ് ചെമ്പകപ്പാറ കൊണ്ടോട്ടിക്കൽ റിൻഡുമോൾ സജി എന്ന വിദ്യാർത്ഥിനി. ചെമ്പകപ്പാറയിൽ കർഷക ദമ്പതികളായ കൊണ്ടോടിക്കൽ സജിയുടെയും സുജയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ കുട്ടിയാണ് ടിൻറ്റുമോൾ സജി. ചെറുപ്പം മുതൽക്കേ പഠനത്തിൽ മികവ് കാട്ടിയിരുന്ന ടിൻറ്റുമോൾ ഇത്തവണ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A1 നേടിയാണ് വിജയിച്ചത്. മേരിഗിരി മരിയൻ പബ്ലിക് സ്കൂളിലാണ് ടിൻറ്റുമോൾ പഠിച്ചത്. +1 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുവാനാണ് ടിൻറ്റുമോളുടെ താല്പര്യം. CBSE SSLC എക്സാമിൽ എനിക്ക് എല്ലാ വിഷയത്തിലും A+ നേടിയിട്ടുണ്ട്. എന്നെ ഇനി സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം. എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എന്റെ നന്ദി. ടാനി, ടിയ എന്നിവർ സഹോദരങ്ങളാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, ചെമ്പകപ്പാറ. LKG കുട്ടികളുടെ പ്രവേശനോത്സവം തൂക്കുപാലം വിജയമാതാ സ്കൂളിൽ നടന്നു. താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കുട്ടികളെ സ്വീകരിച്ചത്. നിരവധി രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ KR സുകുമാരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. വലിയകണ്ടം അംഗനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ ജലജ ജയസൂര്യ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വലിയപാറ അംഗനവാടിയിലാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ICDS സൂപ്പർവൈസർ ഇന്ദുലക TR പ്രവേശനോത്സവത്തിന് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ജലജ ജയസൂര്യ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം സിജു ചക്കുമൂട്ടിൽ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. പരിപാടിയിൽ ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ ആകാശ് ഫ്രാൻസിസ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ക്ലാസുകൾ എടുത്തു. പ്രവേശനോത്സവത്തിൽ കുട്ടികൾക്ക് മധുരവും ബലൂണുകളും നൽകിയാണ് സ്വീകരിച്ചത്. നാരായണൻ കോണിക്കൽ, ജിൻസി റോയ്, ലതിക സുഭാഷ് തുടങ്ങിയവരും പരിപാടിയിൽ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇതോടെ നാട്ടുവിശേഷം പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലയിലെ ഏറ്റവും വലിയ ഹോം അപ്ലയൻസസ് ശൃംഖല ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയോടൊപ്പം ഗിഫ്റ്റ് ഐറ്റംസ്, ക്രോക്കറി ഐറ്റംസ്, ടോയ്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരവും
കുട്ടികൾക്കായി ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റത്തോടു കൂടിയ കാറുകൾ, ബൈക്കുകൾ, നിങ്ങളുടെ അടുക്കളയെ അലങ്കരിക്കുവാൻ വിവിധ മോഡലുകളിലുള്ള പാത്രങ്ങൾ, ഷോക്കേസുകളിൽ മഴവിൽ വർണ്ണം പകരാൻ ഗിഫ്റ്റ് ഐറ്റംസ്, ഫ്ലവർ എന്നിവ 3 നിലകളിലായി ഒരുക്കിയിരിക്കുന്നു. നിങ്ങളുടെ ബഡ്ജറ്റിന് അനുയോജ്യമായവ തിരഞ്ഞെടുക്കുവാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്, സിറ്റി പ്ലാസ ബിൽഡിംഗ്, പഞ്ചായത്ത് മൈതാനിക്ക് സമീപം, പഴയ ബസ് സ്റ്റാൻഡ് റോഡ്, കട്ടപ്പന.